നമുക്ക് വേണ്ടി സ്ഥലം വിട്ട് വരികയാണ്. ഒരു അഡ്വഞ്ചറിനാണ് നമ്മൾ ഇത്രയും താഴോട്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ പൊന്നി വേറെ വൈബാണ് ഇവിടെ. പൊന്നി പേടിയാണ് ഇവിടെ ഗായ്സ്. എന്താണെങ്കിലും സൂപ്പർ വൈബ് സ്ഥലമാണ് എന്താണെങ്കിലും. എന്നാ അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ രണ്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. ശരിക്കും നമ്മൾ ഡ്രസ്സൊന്നുമല്ല എടുക്കാൻ പോണത്, നമ്മൾ പാലക്കുഴിക്കാണ് പോണത്. ശരിക്കും വണ്ടി എടുത്തോ, ദിവാവൂര് അതി വരും നോക്കിയാൽ. അപ്പോൾ ഗൈസ് ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ റൂളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ചേച്ചി ഞങ്ങൾ പാലക്കുഴി പോയിട്ട് തരാം. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. പിന്നെ പറയാൻ പറഞ്ഞു, ഞാൻ കാറ് വിറ്റപ്പോൾ എടുത്ത ബൈക്കാണ് കേട്ടോ അത്. നമ്മൾ കാറ് വിട്ടതിൻ്റെ സങ്കടത്തിലൊരു ബൈക്ക് എടുത്തു ഗൈസ്. അങ്ങനെ പെട്ടെന്ന് പോവാം. നമ്മൾ രാവിലെ എണിച്ച് കുതിരാൻ അമ്പലത്തിലൊക്കെ ഒരു മതപീഠത്തിൽ ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് പാലക്കുഴി. അപ്പോൾ പാലക്കുഴിയിലെ മറ്റേ വൈദ്യുതി പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള പാലമാണിത്. ആ ഡാം പോലെ, ചെക്ക് ഡാം പോലത്തെ ഇത് വേണ്ട വെള്ളമൊക്കെ അവിടെ ചാട്ടുണ്ട്. ഓ എന്താ ഫോഴ്സ് നോക്കിയേ വെള്ളം. എൻ്റെ പൊന്നെ അടിപൊളി വൈബ് എന്നാണെങ്കിലും. നമുക്ക് ഇതാ അവിടെ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. മലമുകളിലത്തെ വെള്ളമൊക്കെ ഉള്ളത് ഇതാ വേണ്ട. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമില്ല, മഴക്കാലം ആകുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാണ്. എന്താണെങ്കിലും അടിപൊളി വരുന്നത്. എൻ്റെ ഓനെ നോക്കി. അയ്യോ, ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് ഇത്രയും കാലമായിട്ട് കാണാൻ പറ്റിയില്ല. അതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കുക കൂടുതലും. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ട് ബൈക്കിലാണ് വന്നത്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. അതാ എൻ്റെ ബൈക്ക്, ചക്കരൻ്റെ ബൈക്ക്. അവന്മാർ ഇതേ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊരു റബ്ബർ കാടാണ് ഇതൊക്കെ. ഇതേ ഇങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നമുക്ക് മരം പോകുന്ന നടന്നത്. അഡ്വഞ്ചറിങ് ആണ് ഫുള്ള്. കൊള്ളാം. നോക്ക്, ചെറിയ കുഴിയൊക്കെ ഉണ്ട്. വളരെ അപകടമുള്ള സ്ഥലമാണ്. അപ്പോൾ നോക്കി ഇങ്ങോട്ടൊക്കെ വരിക അവിടേക്ക്. പാറ നോക്കി. എൻ്റെ പൊന്നി വേറെ വൈബാണ് അവിടെ. ഫുള്ള് കാടാണ് കേട്ടോ. ഫോറസ്റ്റ് എന്തൊക്കെയാണ് സംഭവം. നോക്കിയാൽ വെള്ളം നോക്കി വരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിറയെ വെള്ളം വന്ന് നല്ല ഒഴുക്കായി. പിന്നെ അതായത് ഇങ്ങനെ വന്ന് അങ്ങനെ വരുന്നത് നല്ല ഒഴുക്കുണ്ട്. പിന്നെ നമ്മളിതേ ഇങ്ങനെ കയറിപ്പോകണം. ഏതൊക്കെയോ സ്ഥലങ്ങളുണ്ട്. വഴിയൊക്കെ ഉമ്മാർക്ക് അറിയുള്ളൂ, നമുക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. ഗായ്സ് നോക്കി, എൻ്റെ പൊന്ന് പേടിയാണ് ഇവിടെ ഗായ്സ്. എന്താണെങ്കിലും സൂപ്പർ വൈബ് സ്ഥലമാണ് ഗായ്സ്. ഇപ്പോൾ നമ്മൾ എൻ്റെ മോനെ ഗായ്സ് നമ്മളെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കുന്നത്. നോക്കിയിട്ട് വരണ്ടാണ് ഇതിൽ അവിടെ പോയിട്ട് നോക്കിയിട്ടൊക്കെ ഇറങ്ങണം. വളരെ വഴുക്കലും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് നോക്കി കൊണ്ടൊക്കെ ഇറങ്ങുക. ഞങ്ങളിത് സ്വന്തം റിസ്കിലാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ ആരും വന്ന് ഇതൊക്കെ മഴയത്തേ നമ്മൾ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്നാണ് തോന്നുന്നത്. കാരണം നോക്കിയേ ഈ കല്ലൊക്കെ മഴ ഇതല്ല, ആ താഴെ കിടക്കുന്ന കല്ലൊക്കെ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്നാണ്. എനിക്കൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല അത്ര വരുമ്പോൾ. ഇവർ നോക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെ വലിയ പാറയുണ്ട്, അതിൽ അടിഞ്ഞടിഞ്ഞ് കൂടിയതാണ്. നമുക്ക് കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വൈബാണ് കേട്ടോ അത് സ്ഥലം. വെള്ളം നമ്മൾ വെള്ളച്ചാട്ടം ശരിക്കും നമ്മൾ വെള്ളമല്ലേ വെള്ളച്ചാട്ടം ശരിക്കും കാണാൻ പോകണേ ഉള്ളൂ. അത് ഇങ്ങനെ പോയി നോക്കിയേ സൂപ്പർ വേറൊരു വൈബാണ്. നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് ഒലിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കുറേ ഇങ്ങനെ വരും. എന്നിട്ടിങ്ങനെ വന്നുകൊണ്ട് മരമൊക്കെ നോക്കി എന്തോ ഒരു വേറൊരു വൈബാണ് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താ ഗായ്സ് നോക്കിയേ എൻ്റെ പൊന്ന് ഗായ്സ് സൂപ്പർ വൈബോ. എൻ്റെ മോനെ നോക്കിയേ ബാക്കിൽ പാറ, താഴെ വെള്ളം. ഇവിടെ വെള്ളം ഇപ്പോൾ കൂടുതലാണ്, ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി പറഞ്ഞാൽ അടിച്ച് താഴേക്ക് പോകും. ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഴി എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തൂടെ പോകണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ ആ വൈബ് എന്താണെന്ന്. കാരണം നമ്മൾ അപ്പുറത്തേക്ക് കടക്കാൻ പറഞ്ഞിട്ടാ. നോക്കട്ടെ വെള്ളം ഇപ്പോൾ സ്പോർട്സ് ഉണ്ട് എന്നാണെങ്കിലും എന്താണ് മെല്ലെ അങ്ങോട്ട് കടന്ന് നോക്കാൻ പറഞ്ഞിട്ടാ ഗായ്സ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പോവാണ്. ഗായ്സ് ഇതാ നമ്മൾ വെള്ളത്തിലിതാ
പോണ് ഓ മോനെ നല്ല ഫോഴ്സ് ഉണ്ട്. ഓ എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നല്ല തണുപ്പുണ്ട് കാലിലേക്ക്. നല്ല മറ്റേ നല്ല രസമുണ്ട് വെള്ളേ, നല്ല രസമുണ്ട് കായ്. അപ്പം പൊള്ളി വൈബ് എന്താണെങ്കിലും നമ്മളിപ്പോൾ എഴുതിയേണ്ട ഇതിയെ ഇങ്ങനെ കയറിപ്പോകണം കായ്സ്. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ നല്ല ദൂരമുണ്ട്. ഓ ഓക്കെ, കല്ലൊക്കെ അങ്ങനെ ഒലിച്ചു വന്നിട്ട് ഇവിടെ അടിഞ്ഞു കൂടിയതാണ്. നല്ല അടിപൊളി മരം, നല്ല അടിപൊളി പ്രകൃതി വൈബാണ് ഇവിടെ. കായ്സ് തക്കരിയാണ് നമുക്ക് വഴിയായിട്ട് തരുന്നത്. ഇത് അന്ന് നിങ്ങൾ ആരൊക്കെ വന്നത് ഇവിടേക്ക്? പറയാൻ പറ്റില്ല. എൻ്റെ മോനെ അതിനുശേഷം അപ്പു ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോവാ ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചു. നമ്മുടെ പഴയ വാവുമലയിൽ കയറുന്ന പോലെ ഒരു ഫീല്. ഇതേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരും കായ്. എൻ്റെ മോനെ പോണ വേണ്ട വഴി മലയിലൊക്കെ കയറി തൂങ്ങി പിടിച്ചിട്ട് വരാം തിരിച്ചു വരുമ്പോൾ. കായ് നോക്കിയ ഒരു വൈബ്. എൻ്റെ മോന് ഇത് അവിടെ വെള്ളച്ചാട്ടം ഒക്കെ ഇവിടുന്ന് വടക്കഞ്ചേരി എല്ലാം അവിടെയും കാണുന്നുണ്ട്. സൂപ്പർ വൈബ് മാൻ എന്നൊക്കെ പറയില്ലേ വെള്ളേ. ഓ നോക്കി ഒപ്പിച്ചില്ല കായ്സ്, നമ്മളെ വിചാരിച്ച പോലെയല്ല കേട്ടാ. ഓ ഓക്കെ, ചെറിയൊരു ഗ്യാപ്പുള്ളൂ. പിന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെറുതെ കാണാം. ഇത് കാട്ടുള്ളി കായ്സ്, നോക്കിയേ. ഇത് കാട്ടുള്ളി നോക്ക് കായ്സ്, കാട്ടുള്ളിയാണിത്. ഇതാണ് നമ്മുടെ കാട്ടുള്ളി പറഞ്ഞിട്ടൊരു സാധനം. മറ്റേ നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കില്ല, തൈലൊക്കെ കാട്ടുള്ളി. അപ്പോൾ അവരൊക്കെ അതേ ഇറങ്ങിപ്പോണ്ട്. ഞാനിത് ഇറങ്ങാൻ ശ്രമിക്കുക. അങ്ങോട്ട് ഭയങ്കര റിസ്ക്കാണ്, ഉരുത്തലാണ്, ഭയങ്കര ഉരുത്തലുണ്ട്. ജസ്റ്റ് നമ്മൾ പിടിച്ച് ഇറങ്ങിപ്പോ. പൈസ നോക്കിയേ, ഇവിടെ ഉരുളൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു മഴയത്ത്. എന്താ പൈസ നോക്കിയേ, താഴ്ചയാണ്. പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പ്രകൃതി നമുക്ക് തന്നെ ഒരുക്കി തന്ന ഒരു അടിപൊളി സൗന്ദര്യമാണ്. അത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പലരും മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നശിപ്പിക്കുകയാണ്. അത് നമ്മൾ ശരിക്കും ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ തടുക്കണം. പക്ഷേ ഇവിടെ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഞാൻ താഴത്തേക്ക് പോകുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ആ സൗണ്ടിൻ്റെ വൈബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തോ എനിക്കിതേക്ക് വെള്ളം വന്നിട്ടേ അല്ലത് വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും ഞാനൊരു നല്ല അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ഞങ്ങൾ പാലക്കാട്ടിലെ വടക്കഞ്ചേരിക്കാരൻ്റെ ചെറിയൊരു മിനി അതിരപ്പള്ളി എന്നൊക്കെ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക്. കാരണം അതേപോലൊരു നല്ലൊരു ഞങ്ങൾ വടക്കഞ്ചേരിക്കാർക്കേ മിനി അതിരപ്പള്ളി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നല്ല അടിപൊളിയാണ്. ഞാൻ ആ കാഴ്ച എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓ ഗായ്സ് നോക്കിയേ നോക്കിയേ നോക്കിയേ, എന്താ സൂപ്പറായിട്ട് നോക്കിയേ. അവിടെയൊക്കെ വഴുക്കലാണ്, വീണാൽ പോവാണ് താഴോട്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടം നോക്കിയേ. ഓ ഗായ്സ് ഗായ്സ് അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയായിരിക്കും. എന്താണെങ്കിലും പാറ വന്ന് ഗായ്സ് നോക്കിയാൽ ഈ പാറിൻ്റെ മേലെ കയറാൻ പറഞ്ഞിട്ട് നമ്മൾ ഇത്ര ഇവിടേക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നോക്കിയേ ഈ താഴ്ചയിൽ ഇവിടേക്ക് ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ചാട് അത്രയും പൊളിച്ചൊക്കെ വെള്ളം വരുന്നതാണ് ഇവിടെ. ഇപ്പോൾ വെള്ളം കുറവായി മഴയില്ലാത്തതുകൊണ്ട്. ഗായ്സ് അപ്പോൾ നമ്മൾ തിരിച്ച് കയറുകയാണ്. ഇതിൻ്റെ മേലോട്ടാണ് നമ്മൾ ഇനി കയറുന്നത്. കുത്തനെയുള്ളൊരിതാണ്.
കയറിപ്പോണ്ട ഒരു വൈബ് തന്നെ ആലോചിച്ച് നമ്മളെല്ലാവരും കയറിപ്പോണ്ട് ഇവിടെ. കാശ് നോക്കിയേ, ഗായ്സ് ഏത് ഇതിയല്ലല്ലോ ഇറങ്ങി, അതിയല്ലേ ഇറങ്ങി. ഗായ്സ് അപ്പം നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കയറി. ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ, കയറില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞിട്ടാ. സൂപ്പർ. ഞാനും വേസ്റ്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതേപോലെ അങ്ങനെ ഇടാണ്ട് സൂക്ഷിക്കുക, അവിടെ ഉള്ളിലേക്കായിട്ട് ഇട്ട് നോക്കുക. ഇത് നല്ല കാര്യമാണ്. അപ്പോൾ ഗായ്സ് നമുക്കപ്പോൾ ബൈ ബൈ പോട്ടെ.